ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കല്ലേലിയുടെ മനോഹരമായ വെള്ളച്ചാട്ടമായിരുന്നു. ആ യാത്ര തുടരുകയാണ്. കോന്നിയുടെ വനഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻ ക്ഷേത്രത്തിലേക്ക് വരും. ഈ ആത്മീയ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാം. കല്ലേലിക്കാവിലെ ഊരാളി അപ്പൂപ്പൻ 24 മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ഈ കാനന ക്ഷേത്രം പഞ്ചഭൂതങ്ങൾ കുടികൊള്ളും 5 നടകൾ, പ്രാർത്ഥനയുടെ പരവതാനി വിരിക്കുന്ന 41 പടികൾ ഇറങ്ങിയാൽ അച്ചൻകോവിലാറിന്റെ വിശ്വാസ തീരമാണ്. ആദി ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ആചാരങ്ങൾ ഇവിടെപ്പോഴും അണുവിട തെറ്റാതെ പിന്തുടരുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് എന്ന ഭക്തരുടെ അഭയസ്ഥാനം. അച്ചൻകോവിൽ കോന്നി ശബരിമല കാനന പാതയിൽ അച്ചൻകോവിലാറിന്റെ തീരത്താണ് 24 മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഈ കാനന ക്ഷേത്രം. മലദൈവങ്ങളുടെ അധിപനാണ് ഊരാളി അപ്പൂപ്പൻ. 999 മലകൾക്ക് കാവലാളായി നിൽക്കുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ഡ്യനാടും മലയാളക്കരയും അടക്കി വാണിടുന്ന വീരയോദ്ധാവാണെന്നാണ് വിശ്വാസം. കല്ലേലി അപ്പൂപ്പൻ്റെ അനുഗ്രഹം തേടി നാനാദിക്കിൽ നിന്നും ആളുകൾ ദിവസവും എത്തുന്ന മേടമാസത്തിലെ 10ാം ഉദയം ഉത്സവമാണ് പ്രധാനം. കർക്കിടക നാളിലും ആളേറെ. അപ്പൂപ്പന് അടുക്ക് വയ്ക്കുക എന്നതാണ് കാവിലെ പ്രധാന ആചാരം. കള്ള്, താമ്പൂലം, കരിക്ക് തുടങ്ങിയവയാണ് അടുക്കിലുള്ളത്. ദിവസവും കരിക്ക് പടയണിയുമുണ്ട്. ചുരുങ്ങിയത് 3 കരിക്ക് മുതൽ 999 വരെ പടയണിക്കായി ഉപയോഗിക്കുന്നു. മലകളെ ഉണർത്തി ഊട്ടി സ്തുതിക്കുക എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പൂജകൾ. അപ്പൂപ്പനോടുള്ള പ്രാർത്ഥന ഉച്ചത്തിലാകണമെന്നാണ് ഇവിടുത്തെ ആചാരം. താളത്തിൽ വിളിച്ചു ചൊല്ലിയാണ് ഇവിടുത്തെ പ്രാർത്ഥന. കാവിൻ്റെ അധിപനായ ഊരാളി അപ്പൂപ്പനെയും തൊട്ടരികിൽ ഊരാളി അപ്പൂപ്പൻ്റെ അമ്മ എന്ന സങ്കല്പത്തെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവർക്ക് എതിർവശത്താണ് ഊരാളി അപ്പൂപ്പനെ നേരിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന വടക്കഞ്ചേരി വല്യച്ഛൻ ഉപദൈവമായി കൂടിയുള്ളത്. കരിഗണപതി എന്ന് അറിയപ്പെടുന്ന കൗള ഗണപതി കുട്ടിച്ചാത്തൻ, വിഷ്ണു സങ്കല്പത്തിലുള്ള ഹരിനാരായണ തമ്പുരാൻ എന്നിവരാണ് മറ്റ് ഉപദൈവങ്ങൾ. ദിവസവും പൊങ്കാലയും രാവിലെ 9 മുതൽ വൈകിട്ട് വരെ അന്നദാനമുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് വഴിപാട് കൗണ്ടറിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് രസീത് ലഭ്യമായി. നമ്മളിപ്പോൾ കാണുന്നതാണ് ക്ഷേത്രത്തിന് സമീപത്തോട് ഒഴുകി വരുന്ന അച്ചൻകോവിലാർ. ധാരാളം മത്സ്യങ്ങളുള്ള ഇവിടെ മീനൂട്ട് നടക്കാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങാവുന്നതാണ്. പിന്നീട് നമുക്ക് കൗതുകമുണർത്തുന്നത് നിറയെ വാനരന്മാരുണ്ട് ഇവിടെ. കോന്നിയിൽ നിന്നും ബസ് മാർഗവും ഇവിടെ എത്താൻ സാധിക്കും. എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും. നിറയെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ജാതിമത ഭേദമന്യേ ആർക്കും ഇവിടെ ദർശനം നടത്താവുന്നതാണ്. നമ്മളുടെ ഉള്ളിലെ സങ്കടങ്ങൾ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതാണ് ഇവിടുത്തെ ആചാരം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിന്റെ പ്രതീകമാണ് കാവിലെ ചടങ്ങുകൾ. വാനരയൂട്ടും മീനൂട്ടും ഉദാഹരണങ്ങളാണ്. എഴുതി ചിട്ടപ്പെടുത്തിയില്ലാത്തതുമായ കുംഭപ്പാട്ട് ഇവിടെ പൂജകളുടെ ഭാഗമാണ്. കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും ഇവിടുത്തെ അന്നദാനത്തിന് യാതൊരു മുടക്കവും വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്നദാനവും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.